എന്തേച്ചി? എടാ എനിക്കൊരു പ്രശ്നം പറ്റി. ഇനി ഒന്ന് ഇവിടം വരെ വരുവോ? എന്തേനു? അത് പിന്നെ ഇനി തുടങ്ങി തന്നിട്ടാണ് ഇത് ഫേസ്ബുക്ക്. ആ ആ അതിന്റെ ബ്ലോക്കായോ? ഇല്ലടാ, അതില്ലേ അതിന്റെ അകത്തുനിന്ന് ഞാൻ അതിങ്ങനെ ഓരോരുത്തരുടെ ഫ്രണ്ട് റിക്വസ്റ്റ് എല്ലാം എടുക്കുമല്ലോ. അപ്പൊ ഞാനതിങ്ങനെ ഇതാക്കെല്ലാം ചെയ്ത് എന്നിട്ടിങ്ങനെ ഒരാള് ഉണ്ടേനെ. അപ്പൊ അയാളിങ്ങനെ മെസ്സേജ് അയച്ചോണ്ടത്. അപ്പൊ ഞാനും ഇങ്ങനെ സാധാരണ ഫ്രണ്ട്സിനെ പോലെ ഇങ്ങനെ മെസ്സേജ് അയച്ചു. പിന്നെ അയാൾ എനിക്ക് എന്തെല്ലാം എടുത്ത് അയച്ചിരുന്നോടോ. എന്താ അയച്ചാന്ന്? എന്നാ അയച്ചെന്നാണ്? അത് മറ്റേ ഇത് ഫോട്ടോ എടുത്തയച്ചാണ്. ഞാൻ പിന്നെ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല അയാൾക്ക്. എനക്കെന്തോ മറ്റേതെന്ന് പേടിയാണ്. പറഞ്ഞാ അയാളതാ. ആ അപ്പൊ ഇങ്ങനെ ഈ എന്ത് ഒരാള് ചെയ്യുക? ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാള് തന്നെത്താനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചു തരുവാ? ആ അയാളയച്ചു തന്നതാ. എനിക്കെന്തോ അത് കണ്ടപ്പോ ഞാൻ തന്നെ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിനി ഇത് തുടങ്ങി തരാൻ മാത്രമേ ഇതുള്ളൂ, ഞാനുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കോളൂല്ലോ പറഞ്ഞ് ഞാൻ ഓരോ കാര്യം അങ്ങനെ പഠിപ്പിച്ചു. പറയല്ലടാ. ഞാൻ ആദ്യം ചോദിക്കുന്നേ, ഇത് എങ്ങനെയാന്ന്, അതെങ്ങനെയാ ഇപ്പൊ അയാൾ ഇങ്ങോട്ടേക്ക് നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും ചോദിക്കാണ്ട് അയാൾ ഇങ്ങോട്ടേക്ക് അയച്ചു തരുവാ? അത് ഞാനങ്ങനെയൊന്നും നിങ്ങൾ അയാൾക്ക് മെസ്സേജ് ചോദിച്ചിട്ടില്ല. അയച്ചിനാ? ഞാൻ മെസ്സേജിന് അപ്പൊ അയാൾ എന്നോട് നമ്പർ തരുമോ, വാട്സപ്പ് നമ്പർ തരുമോ, ഫോട്ടോ അയക്കോ എന്നെല്ലാം. പക്ഷെ അങ്ങനെ നമ്മള് നല്ല നിങ്ങൾ അയച്ചു ഫ്രണ്ട്സ് കൊടുത്തിനാ? ആണ്. ഇല്ല. അയാളെന്റെ ഫോട്ടോ ചോദിച്ചപ്പോ ഞാൻ സാധാരണ ഫോട്ടോ കാണിച്ചിട്ട്, അല്ലാണ്ട് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇയാളെനിക്ക് ലാസ്റ്റ് എടുത്ത് ഇതയച്ചോ. അപ്പൊ നിങ്ങള് അല്ല, എനിക്കിതെന്തോ അയാള് വേറൊന്നും ചോദിച്ചിട്ടില്ല? അതെനിക്ക് ഡൗട്ട് ഉണ്ട്. നീ അല്ലേ, ഇതെന്താ ചെയ്യാന്നൊന്ന് പറഞ്ഞു എനക്ക്. ഇതാരും അത് കാണുമോ? അത് ആരും കാണുമൊന്നുമില്ല. നിങ്ങളെ അക്കൗണ്ട് നിങ്ങൾ എന്നാലും മാത്രമല്ലേ എനക്കെന്തോ കാണുന്നുള്ളൂ. പേടിയാവുന്നു. പേടിക്കാനെന്ന് നിങ്ങളൊന്നും ചോദിച്ചിട്ടല്ലേ. ഇനി ഈ ഫോണിലൂടെ അറിയാത്ത ആളോട് ചോദിക്കാൻ നിൽക്കണം ഇങ്ങനത്തെയല്ലോ. എടാ എനക്കും ആഗ്രഹമെല്ലാം ഉണ്ടാവില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കടാ. നമ്മളെല്ലാം എത്ര വീട്ടിൽ വരുന്നത്, എന്നാ പിന്നെ നമ്മളോടെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇന്റെ അടുത്താ? ശരിക്കും പറഞ്ഞതാ? ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഈ ഫോണിൽ ഈ അറിയാത്തവരെയെല്ലാം വെറുതെ ഉണ്ടാനും അല്ല, പറയാൻ ഇന്റെ നിൽക്കണ. അടുത്ത് ചോദിച്ചിട്ട് എന്തിനാ? ഇന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇന്നെപ്പോലെ തന്നെ അതെന്താ? ചെറുതന്നെയായിരിക്കുമല്ലോ അല്ലോ. അപ്പൊ അയാളത് ഞാൻ അതാ കണ്ടിട്ടാണ്. ചോദിക്കാണ്ട് നിക്കുന്നേ. അല്ല, അതുകൊണ്ടാ നമ്മളെയൊന്നും ഒരു മൈൻഡ് ആക്കാണ്ട് നിക്കുന്നല്ലേ. ഞാനും അതാ വിചാരിക്കുന്നു, ഇത്ര നാള് നമ്മളിത് വീട്ടില് വരുവോ പോവെല്ലാം ചെയ്ത് നമ്മളോട് അങ്ങനെ ഒന്നും ഇല്ലാണ്ട്. അങ്ങനെയൊന്നല്ല. ഇനി എന്റെ ഞാനൊരു കാര്യം പറയട്ടെ. മോളെ അതിനെന്താ? ഫ്രണ്ടിന്റെ മോനെല്ലാം പറഞ്ഞെങ്കിൽ നമ്മളെ. അപ്പൊ ഫ്രണ്ടിന്റെ മോൻ അല്ലെങ്കിലോ? അല്ലെങ്കിൽ ചോദിക്കുന്നല്ലേ? ഞാൻ ചോദിച്ചിട്ടില്ല അയാളായിട്ട്. നിങ്ങള് അന്റെ വയസ്സൊന്നും കണ്ടിട്ട് നിങ്ങള് കണക്കാക്കണ്ട. എന്താ അതൊന്നും കണക്കാക്കണ്ട. അതെല്ലാം അതിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താ വ്യത്യസ്തായിട്ടുള്ളത്? എന്താ വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയടാ. അതെല്ലാം വ്യത്യസ്തമാണ്. അതൊന്നും അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഞാൻ ഇന്നെ ചെറുപ്പം മുതൽ കണ്ടത് കൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഇന്നെ അപ്പം കണ്ടപ്പോ ഉള്ള ഒരു ഇതെന്റെ മനസ്സിൽ ഇപ്പൊ ഉള്ളത്. എന്നാ നമ്മള് വലുതായല്ലോ, വലുതായി വരുന്നുണ്ടല്ലോ നമ്മള്. അതിനനുസരിച്ചുള്ള മാറ്റമെല്ലാം ഉണ്ടാവും. മാറ്റം ഉണ്ടല്ലേ? എന്തേ ഇത് കാണണ? ഞാൻ ശരി അല്ല. നീ അല്ല, ഇനിയിപ്പോ വിചാരിക്കും കാണിക്കാഞ്ചിറ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് നീ ഇപ്പൊ വിചാരിക്കും ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചതാന്ന് അല്ലേ? അതൊന്നും എനക്കറിയില്ല. ഇപ്പൊ ചോദിക്കാണ്ട് ഒരാളായി ചെയ്യില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ അറിയാത്ത ആളോടെല്ലാം പോയിട്ട് ഇങ്ങനത്തെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിന്റെ ആവശ്യമാണ്? അല്ലാതെ ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതായിരിക്കും. അപ്പൊ എനിക്ക് എന്റെ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും തോന്നുവാ? നീ എന്നെങ്ങനെ അതിപ്പോ കണ്ടത്? ഞാൻ പറയാലോ. അനക്ക് അനക്ക് ഇപ്പോ അമ്മേന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വേറെ ടൈപ്പ് അല്ല, സാധാരണ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ആ ആ ഇഷ്ടം ചിലപ്പോ കൂടിയിട്ട് ചിലപ്പോ വേറെ ഇങ്ങനെ ഇത് എന്തെങ്കിലും പറഞ്ഞു. ഉണ്ടാവും.
അത്രേ ഉള്ളൂ. അപ്പൊ അത് മോശമാണോ അല്ലയോ? ഞാനൊരു അഭിപ്രായം ചോദിക്കുന്നു. മോശമാണോ എന്നെല്ലാം ചോദിച്ചാ എന്റെ ഇതില് ഇന്നത്തെ കാലത്ത് മോശമൊന്നുമില്ല, എല്ലാം കണക്കന്നെ. ഞാനെന്താ ഇപ്പൊ എന്റെ അടുത്ത് പറയണ്ടേ? നീ എന്നെ ആലോചിക്കട്ടെ, ഓറിപ്പോ അവിടെ നിന്ന് ആരും കൊണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അപ്പൊ നിങ്ങൾ പിന്നെ അതിനാ ഞാനിങ്ങനെ ഇവിടെ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വെച്ചിട്ട് ഞാനിങ്ങനെ ഇതിനെ പിടിച്ചു അപ്പൊ നിർത്താൻ? പിന്നെ നിങ്ങൾക്ക് അതെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇതിലൂടെ അറിയാത്ത ഒരാള് വെറുതെ ഫോട്ടോ കാണുന്നതാണോ നല്ലേ, എനിക്ക് നല്ല അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്, വെറുതെ പക്ഷെങ്കില് നേരിട്ട് കാണുന്നതാണോ നല്ലേ? അത് എനിക്ക് പറയില്ലല്ലോ നീ നിനക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ട് എന്നുള്ള കാര്യമോ. അനക്കും അങ്ങനത്തെ അറിയില്ല നിങ്ങൾക്കൊരു ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ഇതുണ്ട്. നോക്കും എന്നല്ലാണ്ട് ഞാൻ എപ്പോഴും ധരിക്കുന്ന ഇങ്ങനെ അങ്ങനെ ഒരു കുറച്ച് വലിയ ഏച്ചി അല്ലെ ആന്റി ആ ഒരു കണ്ണിലായിരിക്കും കാണുന്നത്. അതെ, ആന്റി എന്നുള്ള കാണത്തിന് പോലെ കണ്ട്. പക്ഷെ അപ്പൊ ആ ഒരു ബഹുമാനം അതെല്ലാം ഉണ്ടാകുമ്പോ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും അങ്ങനെയല്ല ഞാൻ വിചാരിച്ചു. എന്താ വേണ്ടി എന്നിട്ട്? അല്ല നിങ്ങളെന്തായാലും അങ്ങനെ നിങ്ങൾക്കിപ്പോ മനസ്സിലൊരു ചിന്തയുണ്ടല്ലോ, അതായത് ഇവൻ ഇങ്ങനെ ആയിരിക്കും, ഈ ഫാമിലി എല്ലാം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു ചിന്ത വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങക്ക് ഞാൻ ഒന്ന് എടുത്ത് അയച്ചു തരുമോ, അല്ലെങ്കിൽ നേരിട്ട് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾ പോടാ. ഞാനെന്തോ പറയണ്ട, എനിക്കിപ്പോ ആദ്യം ആഗ്രഹം കാണണോ ഇല്ലാതൊന്നുമില്ല. വേണ്ടിയോ? പക്ഷെ ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാ, നീ ഒന്ന് നോക്കി നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് കാണിച്ചു തരാം. അറിയില്ല. അതിന് കാണണ്ടെങ്കില് ആണോ, കാണണ്ടെങ്കിൽ നീ വേണ്ട. എന്നെ എടുത്തയക്ക് ഫോട്ടോ. ഫോട്ടോ അല്ലേ അപ്പൊ ആദ്യം അത് നേരിട്ട്. നടപ്പ് മാറുക. നേരിട്ട ആ നീ ഇപ്പൊ ഇങ്ങോട്ട് വരുമോ? ആ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നത് എന്തോ നല്ലൊരു കാര്യത്തിനല്ലേ. വന്നു കഴിഞ്ഞാ നേരിട്ട് കാണുകയും ചെയ്യുക. നിന്റെ അടുത്ത് ഇത്രയും ഫ്രണ്ട്ലി ആയി സംസാരിച്ച് അതിപ്പോ ലാസ്റ്റ് ഈ ഒരു വിധത്തിലേക്ക് മാറും. ഇനിയിപ്പോ മാറിയ എന്താ പ്രശ്നമുണ്ട്? നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഓരോന്നും. അതേ ആഗ്രഹം എനക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ. ശരിക്കും എന്താ അങ്ങനത്തെ ആഗ്രഹമൊക്കെ എനിക്ക്. നിങ്ങളെ അല്ല കാണുമ്പോ ഇപ്പൊ എന്താ ഞാൻ കുറച്ച് എന്താ പറയാ വലിയ ആളല്ലേ, അപ്പൊ അതിനെന്താ? എനിക്ക് ഇഷ്ടാവോ? അത് നിങ്ങളെ എന്നോട് തിരിച്ചിങ്ങോട്ട് കാണിക്കുന്ന ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഇഷ്ടം. എനിക്ക് ഇഷ്ടമില്ല അതൊന്നുമില്ല. നിങ്ങള് എന്ത് പറയുന്നു അത് ഞാൻ കേൾക്കും. ഇപ്പൊ കുറച്ചായില്ലേ, കുറച്ച് ഇങ്ങനെ തന്നെ മറവിയിലുണ്ട്. വേണ്ടേ? അങ്ങനെ അയ്യോ നീ അങ്ങനെ ചോദിക്കുമ്പോ എനിക്കിപ്പോ പെട്ടെന്നൊന്നും പറയാൻ കിട്ടുന്നില്ല. പെട്ടെന്ന് പെട്ടെന്ന് വരണ്ട, ഒരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ മതി. നല്ല പറഞ്ഞാൽ മതി. അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് എനിക്കറിയില്ല. ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. ഞാനും വേറെ ആരും അറിയരുതെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഫേസ്ബുക്കിൽ വിട്ട ഓരോന്നും ആക്കിയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ആരും അറിയരുത് അതല്ലേ ഉള്ളൂ. അറിയാൻ പാടില്ല. എന്നാ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സാധനം കിട്ടാൻ പോകണം, അത്രയല്ലേ ഉള്ളൂ. ഇത് രണ്ടും എന്നെ കൊണ്ടാണ്. എന്താ വേണ്ടേ പറ. ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോഴേ പറയും, അപ്പൊ കാണുക വേണ്ടു. അല്ല അങ്ങനെയല്ല. ഞാനിപ്പോ കൊറേ ആയില്ല, അപ്പൊ എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഉണ്ട് പക്ഷെങ്കിൽ ഇപ്പൊ ഇന്റെ ഒരു ഏജ് വെച്ച് എനിക്കിപ്പോ നമ്മള് ചെയ്യുന്നില്ല പിടിക്കുവാ. എന്തും പിടിക്കും, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്കല്ലേ കുറച്ചും കൂടി നമ്മളെക്കാട്ടും നല്ലോണം കാര്യങ്ങൾ അറിയാം. കാര്യങ്ങളല്ല, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമല്ല അറിയാം. നമുക്ക് അതിനെ പറ്റി അങ്ങനെയല്ല, വലിയ എനിക്ക് ധാരണ. തോന്നി ഇപ്പൊ എനിക്ക് കുറച്ച് ആർട്ട് കൂടുതലായിരിക്കും, അത് ഉണ്ടാവും തോന്നുന്നു. അല്ലാണ്ട് വേറെ നിന്നെക്കാളൊക്കെ അറിവുണ്ടാവും ഇക്കാര്യത്തിലെന്ന് എനിക്ക് അറിയില്ല. അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങള് ഒരുപാട് ചെയ്തോ. അറിവുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഇത്രയും വർഷമായല്ലോ, ഞാൻ പഠിത്തമാണല്ലോ. ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല എങ്ങനെയാന്ന് നിങ്ങളെപ്പോലത്തെ ആളൊന്നും.
ഇതുവരെ എന്ന് പറഞ്ഞാൽ എല്ലാരും നിങ്ങളെ പോലെയല്ലേ ചിന്തിക്കുവോ? അപ്പൊ പിന്നെ എവിടുന്ന് കിട്ടാനാ?